എന്താണ് ദ 90 ഡേയ്സ് മണി ഡിസിപ്ലിൻ സിസ്റ്റം? പലരുടെയും സംശയമാണ്. അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ദ 90 ഡേയ്സ് മണി ഡിസിപ്ലിൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ബോക്സും അതുപോലെ തന്നെ ഈ ഒരു ഡയറിയും? ജീവിതത്തിൽ ഒരുപാട് പണം കയ്യിൽ വരുന്നുണ്ട്. ബിസിനസ്സിൽ നിന്ന് പണം വരുന്നു, അല്ലെങ്കിൽ ജോലിയിൽ നിന്നും ശമ്പളമായിട്ട് പണം വരുന്നു, അല്ലാത്ത രൂപത്തിൽ പണം വരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പണം കിട്ടുന്നു, പക്ഷേ ആ പണമൊക്കെ നമുക്ക് എവിടെ പോയി എന്നുള്ളതിൽ യാതൊരു ഐഡിയവുമില്ല. വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? EMI ആശ്രയിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ലോണിനെ ആശ്രയിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു സിസ്റ്റം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. അവർക്കുള്ളതാണ് ഈ ഒരു സിസ്റ്റം. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒന്നാമത് ഈ ഒരു ബോക്സ് ആണ്, ഒരു മണി ബോക്സ്. ദ 90 ഡേയ്സ് മണി ഡിസിപ്ലിൻ സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടായ ഈ ഒരു ബോക്സ്. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് 4 പാർട്ടായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് സേവിങ് ആയിട്ടും, EMI അവോയ്ഡ് ആയിട്ടും, അതുപോലെ തന്നെ ആഡംബര പെർസെൻറ്റേജ് ആയിട്ടും, അതുപോലെ തന്നെ ചാരിറ്റി. ഈ ഒരു 4 പാർട്ടായിട്ടാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ ഡയറിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 90 ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ കയ്യിൽ ഒരുപാട് പണം വരുന്നുണ്ട്, പക്ഷേ കയ്യിൽ പണം നിൽക്കുന്നില്ല എങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. എന്താണ്? നമുക്ക് ചെറുപ്പത്തിലെ ആ ഒരു ഹാബിറ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ആ ഒരു ഹാബിറ്റ് ഇല്ല. ആ ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അത് ഉണ്ടാക്കിയെടുക്കണം. ഇല്ലാത്ത ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 90 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് 4 മെത്തേഡിലൂടെ. ഒന്നാമത്തേതാണ് ഈ ഒരു ബോക്സ് വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് വരുന്നത് പറയുന്നത് ഒരു ഡയറിയാണ്. ഇതിനെ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറിയാണ്. ഒരുപാട് ആളുകൾ, വേറെ കാര്യം പറയാം, ഒരുപാട് ആളുകൾ കടമുള്ള ആളുകളുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ ലോണുള്ള ആളുകളുണ്ടാവും, EMIയിൽ അകപ്പെട്ടിരിക്കുന്ന, അതിൽ നിന്നും നീരാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കണം, എനിക്ക് മാറണമെന്ന് വിചാരിക്കണം. അവർക്കാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല, പക്ഷെ നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ തോന്നുന്ന കാര്യം നമ്മൾ ഇതിൽ എഴുതി വെക്കണം. നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കടമുണ്ടെങ്കിൽ ആ കടങ്ങൾ നമ്മൾ ഇതിൽ പ്രത്യേക സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കടങ്ങൾ എഴുതി വെക്കുക. കറക്റ്റായിട്ട് 10 രൂപ കടമുണ്ടെങ്കിലും, 10 ലക്ഷം കടമുണ്ടെങ്കിലും, 10 കോടി കടമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ എഴുതി വെക്കുക. 1 രൂപ കടമുണ്ടെങ്കിലും എഴുതി വെക്കുക. എന്നാൽ നമ്മൾ ഏകദേശം 50% നമുക്ക് ടെൻഷൻ ഫ്രീ ആവും. അതിനുശേഷം നമ്മൾ പ്ലാൻ തയ്യാറാക്കുക. അതൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡെയിലി വരുന്ന എക്സ്പെൻസ് ആയി കഴിഞ്ഞാലും, ഇൻകം ആയി കഴിഞ്ഞാലും, നമ്മൾ ഡെയിലി ചെയ്യുന്ന സേവിങ്, ചാരിറ്റി, EMI അവോയ്ഡ് എല്ലാം ഇതിൽ നമ്മൾ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രാവിലെ എത്ര സമയം, ഏത് സമയത്ത് എഴുന്നേൽക്കണമെന്നും, അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു 2 സിസ്റ്റവും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റം ആവശ്യമുള്ളവർ ഈ ഒരു സിസ്റ്റം ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ, ഈ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു സ്കിപ്പടിച്ച് പോവാനാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും.
നിങ്ങൾ ഇതിനെ ഒരു നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് ഇതിനെ ഒരു നല്ല രൂപത്തിലാണ് കാണാൻ പറ്റുന്നതെങ്കിൽ നിങ്ങളുടെ വിജയം തൊട്ടരികിലുണ്ട്. നിങ്ങളുടെ വിജയം തൊട്ടരികിലുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലാണ്. നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. ആ മനസ്സിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നന്ദിയുള്ളവരായി മാറുക. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഇത് ഫസ്റ്റിൽ നമ്മൾ ഒരു ലീഡ്സ് നമുക്ക് വന്നതിന് ശേഷം രണ്ടാമത് അയക്കുന്ന വീഡിയോസാണിത്. അപ്പോൾ നിങ്ങൾ ഒരു ആഡ്സ് കണ്ടിട്ട് നിങ്ങൾ ഇതിലേക്ക് വന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഒരു റിവ്യൂ തരണം. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ തുറന്ന് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ അയക്കണം. അതിൻ്റെ റീസണും കൂടി നിങ്ങൾ അയക്കണം. എന്നാൽ നമുക്ക് സന്തോഷമായിരിക്കും, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്നതിൽ നമുക്കും സന്തോഷമായിരിക്കും. കാരണം നമ്മളെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. ഈ ഒരു ഡയറിയും ഈ ഒരു മണി ബോക്സും കൂടെ 2999 രൂപയാണ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.